പടി ഇമാൻ സാറിന് പാടിയൊരു പാട്ടുണ്ട്, അത് പാടാം. പ്രോബ്ലം നിങ്ങൾക്ക് കേട്ടാ അറിയായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ കണ്ടാ അറിയില്ല, കേട്ടാ അറിയാന്ന് പറഞ്ഞത്. ഓ മേലെ ഒരു കണ്ണ് നീതായ മുറപ്പൊണ്ണ് ഒന്നോട്. ഞാൻ ഇതിനു മുന്നേ പാടിയിട്ടുണ്ട്, മലയാളം വേർഷൻസ് പാടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു മലയാളം സിനിമയിൽ, നമ്മുടെ മലയാള സിനിമയിൽ ഒരു മലയാളം സോങ് ആദ്യമായിട്ടാണ്. സോ അതിൻ്റേതായൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഞാനിതിങ്ങനെ എക്സ്പ്രസ് ചെയ്തെന്ന് നോക്കണ്ട, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അതേ സന്തോഷമുണ്ട്. ആൻഡ് നന്ദി മാത്രം പറയാനുള്ളൂ. ഇപ്പോൾ റഹ്മാൻ സാറാണെങ്കിൽ ശരി, ബ്ലെസ്സി സാറാണെടുത്തും ബെന്യാമിൻ സാർ ഈ കഥ നമുക്ക് തന്ന അതിന് കാരണക്കാരൻ അജീബ് സാർ, ആൻഡ് നമ്മളുടെ റഫീഖ് അഹമ്മദ് സാറിൻ്റെ ബ്യൂട്ടിഫുൾ ലിറിക്സ്, ആൻഡ് ഓൾ ടുഗെദർ ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. ആൻഡ് ഇത്രയും മഹാരഥന്മാരുടെ ഇടയിൽ ഈ പാട്ടിന് ശബ്ദം നൽകാൻ പറ്റി എന്നുള്ളത് ഒരു ചെറിയൊരു ഭാഗം, ഒരു ഭാഗ്യം ഉണ്ടായി, ഒരു ബ്ലെസ്സിങ്. അത്ര സന്തോഷം. കാണട്ടെ, പരിചയമാവട്ടെ. ആൻഡ് ഐ തിങ്ക് ഞാൻ പാടിയ പാട്ടുകൾ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു മുഖം, ഫേസ് എന്നുള്ളത് പ്രോബ്ലി ഇപ്പോഴാണ് ആൾക്കാർ അറിയുന്നത് വിചാരിക്കണം. അതങ്ങനെ അറിയട്ടെ, നല്ല കാര്യമല്ലേ. ഈ പെരിയോനെ എന്നുള്ള പാട്ടിനെ പറ്റി ഒരു ചെറിയ ഫണ്ണി ആയിട്ടുള്ള ഒരു ട്രോള് വന്നായിരുന്നു. അതായത് ഇതിൻ്റെ റഹ്മാൻ സാറ് ലിറിക്സ് എഴുതാൻ പറയുമ്പോൾ എന്താണ് ലിറിക്സ് എന്ന് ചോദിക്കുമ്പോൾ പെരിയോനെ, ഓക്കെ കൊള്ളാം, നെക്സ്റ്റ് ലൈൻ എന്താണ് റഹ്മാനെ, ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഹാപ്പി ആവും. ഇന്നസെന്റ് ഇതാണോ ഒരു വീഡിയോ എന്തോ? അത് ആക്ച്വലി നമ്മൾ ഈ എനിക്ക് തോന്നുന്നു സാർ ഈ പറയുന്നുണ്ട് ഏതൊരു ഇൻ്റർവ്യൂവിൽ, നമ്മൾ ഈ സൂറത്തിൽ പറയും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയും. അള്ളാഹ് പരമകാരുണ്യവാനും കരുണാനിധിയുമായ ദ മേഴ്സിഫുൾ ആൻഡ് ഗ്രേഷ്യസ് എന്ന് പറയും. അതാണ് അതിൻ്റെ ഒരു ഇതും തോന്നുന്നു, ഇൻസ്പിറേഷൻ. താങ്കൾക്ക് തോന്നിയിരുന്നോ ഇത് ലിറിക്സ് എന്താണ്? ഫസ്റ്റ് റഹ്മാൻ സാറിൻ്റെ കമ്പോസിഷൻ ആണല്ലോ, അപ്പം സാറിൻ്റെ ആ ഒരു ഫസ്റ്റ് ലിറിക്സിൽ തന്നെ സാറിൻ്റെ പേര് വരുമ്പോൾ അത് എന്താണ് തോന്നിയിരുന്നോ? ഓഫ് കോഴ്സ് അത് അദ്ദേഹത്തിൻ്റെ മാജിക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാറിൻ്റെ കൂടെ എനിക്ക് ഒരു 30-40 നിമിഷം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത്. ഇതിനു മുന്നേ സംസാരിക്കാൻ പോലും അങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഒരു സ്റ്റുഡിയോ റൂമിൽ കിട്ടണോ, നമ്മൾ ജാം ചെയ്തതിന് ശേഷമാണ് ഈ ഹുക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന പെരിയോനെ റഹ്മാനെ എന്നുള്ള ഒരു പോർഷൻ. അത് കഴിഞ്ഞ് എനിക്കറിയില്ല, വരികൾ കിട്ടിയിട്ടാണ് ഈ ബാക്കി ട്യൂൺ ചെയ്തതെന്നാണ് അറിയാൻ പറ്റിയത്. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല, ബട്ട് സ്റ്റിൽ അത് അദ്ദേഹത്തിൻ്റെ ഒരു മാജിക്കൽ ടച്ചാണ് റഹ്മാൻ സാറിൻ്റെ. അറിയില്ല, കിട്ടട്ടെ ഹോപ്പ്ഫുള്ളി. ഇനി എന്താ നമുക്ക് ആർക്കും അറിയില്ലല്ലോ, അപ്പോൾ അങ്ങനെ വരട്ടെ ഓരോന്നായിട്ട്. പുതിയ വിശേഷങ്ങൾ പാട്ടാണെങ്കിൽ ഞാൻ തമിഴിലാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് പെരിയോനെയാണ്. അത് കൂടാണ്ട് തമിഴിൽ ഇമാൻ സാറിനൊരു പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ വിദ്യാസാഗർ സാറിനൊരു പാട്ട് പാടിയിട്ടുണ്ട്. സോ അത് ഇനി വരാനുണ്ട്, 2 പാട്ടുകളാണ്. ഓ താങ്ക് യു, സന്തോഷം. ഞാൻ പാടിയ പാട്ടോ? ഞാൻ പാടി ഇമാൻ സാറിന് പാടിയൊരു പാട്ടുണ്ട്, അത് പാടാം. പ്രോബ്ലം നിങ്ങൾക്ക് കേട്ടാ അറിയായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ കണ്ടാ അറിയില്ല, കേട്ടാ അറിയാന്ന് പറഞ്ഞത്. ഓ മേലെ ഒരു കണ്ണ് നീതായ മുറപ്പൊണ്ണ് ഒന്നോட இவ ஒண்ணு ஒன்ன மறந்தா வெறும் மண்ணு இருக்கிற ஒன்னால பறக்குற தன்னால கிறங்குற நொறுங்குற பாரு நாவோ மாப்பிள்ளை.